ലോക ഹെപ്പറ്റൈറ്റിസ് ഡേ ജൂലൈ 28. വിവിധ കാരണങ്ങളാൽ കരളിന് ഉണ്ടാകുന്ന വീക്കവും തന്മൂലമുണ്ടാകുന്ന രോഗാവസ്ഥയുമാണ് ഹെപ്പറ്റൈറ്റിസ്. ഹെപ്പാർ എന്ന ഗ്രീക്ക് പദവും ഐറ്റിസ് എന്ന വാക്കും ചേർന്നാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന വാക്ക് ഉണ്ടായിട്ടുള്ളത്. ഹെപ്പാർ എന്നാൽ കരൾ എന്നും ഐറ്റിസ് എന്നാൽ വീക്കം എന്നുമാണ് അർത്ഥം. എല്ലാ വർഷവും ജൂലൈ 28-നാണ് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം ആചരിക്കുന്നത്. മാരകമായ കരൾ രോഗങ്ങൾക്ക് കാരണമാകുന്ന വൈറസാണ് ഹെപ്പറ്റൈറ്റിസ്. 80% ആളുകളും രോഗം തിരിച്ചറിയാത്തവരാണ്. എ, ബി, സി, ഇ, ഡി എന്നിങ്ങനെ 5 തരം ഹെപ്പറ്റൈറ്റിസ് വൈറസുകളുണ്ട്. ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ഇ വിഭാഗങ്ങളിൽ കാണുന്നത് മഞ്ഞപ്പിത്തമാണ്. എന്നാൽ ഹെപ്പറ്റൈറ്റിസ് ബി, സി വിഭാഗത്തിലുള്ള വൈറസുകളെ പേടിക്കണം. കരളിനെ ബാധിക്കുന്ന വൈറൽ അണുബാധയിൽ ഏറ്റവും മാരകമാണ് ഇവ. രക്തത്തിൽ നിന്ന് വിഷപദാർത്ഥങ്ങൾ അരിച്ചുമാറ്റുന്നത് ഉൾപ്പെടെ 500-ലധികം സുപ്രധാന ധർമ്മങ്ങൾ നിർവഹിക്കുന്ന ഒരു അവയവമാണ് കരൾ. അതുകൊണ്ടുതന്നെ കരളിനെ ബാധിക്കുന്ന ഹെപ്പറ്റൈറ്റിസ് എന്ന രോഗം ഒരു വ്യക്തിയിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അമിത മദ്യപാനവും വിഷവസ്തുക്കളുമായുള്ള സമ്പർക്കവും ഹെപ്പറ്റൈറ്റിസിന് ഇടയാക്കാമെങ്കിലും ഒട്ടുമിക്കപ്പോഴും വൈറസുകളാണ് രോഗത്തിൻ്റെ പ്രധാന കാരണക്കാർ. രോഗകാരികളായ 5 വൈറസുകളെ ശാസ്ത്രജ്ഞർ ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ട്. ചുരുങ്ങിയത് 3 വൈറസുകളെങ്കിലും ഇനിയും തിരിച്ചറിയാനുണ്ടെന്ന് അവർ കരുതുന്നു. ഒരു പ്രത്യേക തരം പരിശോധനയിലൂടെ മാത്രമേ ഹെപ്പറ്റൈറ്റിസ് ബിയെ കണ്ടുപിടിക്കാനാവൂ. അതുകൊണ്ടുതന്നെ ഹെപ്പറ്റൈറ്റിസ് ബിയെ നിശബ്ദ കൊലയാളി എന്ന് വിശേഷിപ്പിക്കാം. രോഗബാധയുണ്ടായ വർഷങ്ങൾ കഴിഞ്ഞാൽ ആണ് ലക്ഷണങ്ങൾ പ്രകടമാകുന്നത്. എന്നാൽ അപ്പോഴേക്കും രോഗം പഴകി സിറോസിസോ കരൾ ക്യാൻസറോ ആയി മാറാൻ സാധ്യതയുണ്ട്. HBV വാഹകരിൽ 4-ൽ ഒരാൾ മരിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് 13 കോടി മുതൽ 15 കോടി വരെ ഹെപ്പറ്റൈറ്റിസ് സി രോഗബാധിതർ ലോകത്തുണ്ട്. ഇന്ത്യയിലെ ജനസംഖ്യയുടെ 1% ഈ രോഗത്തിൻ്റെ പിടിയിലാണ്. ലോകാരോഗ്യ സംഘടന പറയുന്നതനുസരിച്ച് ഹെപ്പറ്റൈറ്റിസ് സി ബാധിച്ചിട്ടുള്ളവരിൽ നല്ലൊരു പങ്കും ലിവർ സിറോസിസോ ലിവർ ക്യാൻസറോ പോലുള്ള മാരക രോഗങ്ങളിലേക്കാണ് ചെന്നെത്തുന്നത്. ഹെപ്പറ്റൈറ്റിസ് സിയുമായി ബന്ധപ്പെട്ട കരൾ രോഗം മൂലം ലോകത്തെ ഓരോ വർഷവും 5 ലക്ഷം പേരെങ്കിലും മരിക്കുന്നതായാണ് കണക്ക്. കരളിൻ്റെ കോശങ്ങൾക്ക് ഗുരുതരമായ നാശമുണ്ടായി നാരുപോലെ ആവുന്ന സ്ഥിതിയാണ് സിറോസിസ് എന്ന് പറയുന്നത്. ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവമാണ് കരൾ. പിത്തനീര് ഉൽപ്പാദിപ്പിക്കുക, അന്നജം, കൊഴുപ്പ്, ഗ്ലൂക്കോസ് എന്നിവയെ ഊർജ്ജമാക്കി മാറ്റുക, മദ്യവും മറ്റ് വിഷാംശങ്ങളും നീക്കം ചെയ്യുക മുതലായവയാണ് കരളിൻ്റെ പ്രവർത്തനങ്ങൾ. വൈറസ്, ബാക്ടീരിയ, ചില മരുന്നുകൾ, മദ്യം ഇവയെല്ലാം ഇതിനു കാരണമാണ്. ഇവ കൂടാതെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, മെറ്റാബോളിക് ഡിസീസസ്, ജന്മന പിത്തനാളി ചുരുങ്ങുക, ശരീരത്തിലെ ചെമ്പ് കൂടുതലുള്ള വിൻസൺ ഡിസീസ് മുതലായവയെല്ലാം ഹെപ്പറ്റൈറ്റിസ് രോഗത്തിന് കാരണമാണ്. ചെറിയ പനി, മഞ്ഞപ്പിത്തം, വിശപ്പില്ലായ്മ, വിറയൽ, സന്ധിവേദന, ഉന്മേഷമില്ലായ്മ, ഛർദി, ക്ഷീണം, മലം അയഞ്ഞു പോവുക, ത്വക്കിനും കണ്ണിനും മഞ്ഞ നിറം, മൂത്രത്തിന് മഞ്ഞ നിറം എന്നിവ സാധാരണ ഹെപ്പറ്റൈറ്റിസ് രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ഹെപ്പറ്റൈറ്റിസ് എയും ഹെപ്പറ്റൈറ്റിസ് ഇയും ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയുമാണ് പകരുക. ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി, ഹെപ്പറ്റൈറ്റിസ് ഡി ഇവ ശരീരസ്രവങ്ങളിലൂടെയും രക്തത്തിലൂടെയുമാണ് പകരുക. ഹെപ്പറ്റൈറ്റിസ് ഡേയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളാണ് ഇനി പറയുന്നത്. ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം ജൂലൈ 28. ഹെപ്പറ്റൈറ്റിസ് എന്ന വാക്കിൻ്റെ അർത്ഥം കരൾ വീക്കം. ഏതെല്ലാം 2 പദങ്ങൾ ചേർന്നാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന വാക്കുണ്ടായത്? ഹെപ്പർ എന്ന വാക്കും ഐറ്റിസ് എന്ന വാക്കും. ഹെപ്പാർ എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം കരൾ. ഐറ്റിസ് എന്ന വാക്കിൻ്റെ അർത്ഥം വീക്കം. രക്തത്തിൽ നിന്ന് വിഷപദാർത്ഥങ്ങൾ അരിച്ചുമാറ്റുന്ന ശരീരത്തിലെ അവയവം. ഉത്തരം കരൾ. അമിത മദ്യപാനവും വിഷവസ്തുക്കളുമായുള്ള സമ്പർക്കവും മൂലമുണ്ടാകുന്ന രോഗം ഹെപ്പറ്റൈറ്റിസ്. ഹെപ്പറ്റൈറ്റിസിന് പ്രധാന കാരണക്കാർ വൈറസുകൾ. നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗം ഹെപ്പറ്റൈറ്റിസ് ബി. ഇന്ത്യയിലെ ജനസംഖ്യയുടെ എത്ര ശതമാനം ഹെപ്പറ്റൈറ്റിസ് സി രോഗികൾ ആണ് ഉള്ളത്? 1%. ഹെപ്പറ്റൈറ്റിസുമായി ബന്ധപ്പെട്ട് ലോകത്തെ പ്രതിവർഷം എത്ര ആളുകൾ മരിക്കുന്നു? ഉത്തരം 5 ലക്ഷം. കരളിലെ കോശങ്ങൾക്ക് നാശം സംഭവിച്ച് നാരുപോലെ ആകുന്ന അവസ്ഥയാണ് സിറോസിസ്. ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം? ഉത്തരം കരൾ.
ഹെപ്പറ്റൈറ്റിസിൻ്റെ വകഭേദങ്ങൾ ഏതൊക്കെ? ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി, ഹെപ്പറ്റൈറ്റിസ് ഡി, ഹെപ്പറ്റൈറ്റിസ് ഇ. ഹെപ്പറ്റൈറ്റിസ് വകഭേദം എത്ര തരം? ഉത്തരം 5 തരം. പിത്തനീര് ഉൽപ്പാദിപ്പിക്കുന്ന അവയവം? ഉത്തരം കരൾ. അന്നജം, കൊഴുപ്പ്, ഗ്ലൂക്കോസ് എന്നിവയെ ഊർജ്ജമാക്കി മാറ്റുന്ന അവയവം? ഉത്തരം കരൾ. ഹെപ്പറ്റൈറ്റിസ് രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെ? പനി, മഞ്ഞപ്പിത്തം, വിശപ്പില്ലായ്മ, കരൾ വീക്കം, സന്ധിവേദന, ഛർദി, ക്ഷീണം, ത്വക്കിനും കണ്ണിനും മഞ്ഞനിറം, മലം അയഞ്ഞു പോവുക, മൂത്രത്തിന് മഞ്ഞനിറം തുടങ്ങിയവ ഹെപ്പറ്റൈറ്റിസിൻ്റെ രോഗലക്ഷണങ്ങളാണ്. ലോക ഹെപ്പറ്റൈറ്റിസ് ദിനവുമായി ബന്ധപ്പെട്ട ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നന്ദി.